Hello everyone, this is Mohammed Alfan. Welcome to just 2 minutes Excel tips. We common Excel one of the important tool filter, right? So അതുമായി ബന്ധപ്പെട്ട ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ മുന്നിലെ ചെറിയൊരു ഡാറ്റാബേസ് ഇവിടെ കാണാം നെയിം ഡെസിഗ്നേഷൻ ലൊക്കേഷൻ റൈറ്റ്. സോ ഇതിലുള്ള നെയിമിന്റെ സെക്ഷനിൽ ചില നെയിംസ് ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ ആണ്, ചിലതൊക്കെ സ്മോൾ ലെറ്ററും. എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ മാത്രം ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാന്നുള്ളതാണ് ആദ്യം തന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ട്രിക്സിന്റെ കൂടെ തന്നെ അഡീഷണലി രണ്ട് ബോണസ് ട്രിക്സും കൂടി ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്ഡേറ്റ് ആൻഡ് റീഅപ്ലൈ ആൻഡ് ഇൻസെർട്ട് കമന്റ്സ്. സോ നമുക്ക് എങ്ങനെ ഒരു ക്യാപിറ്റൽ ലെറ്റർ മാത്രം ഒരു പർട്ടിക്കുലർ കോളത്തിലുള്ളത് ഫിൽട്ടർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ സോ ഈ ഒരു ഡാറ്റാബേസിൽ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു. ശേഷം നമുക്കറിയാം ഫിൽട്ടർ എന്നുള്ള ഒരു ഓപ്ഷൻ ഡാറ്റ പോയിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ വന്നു റൈറ്റ്. സോ ഇവിടെ കാണാൻ n നമ്പർ ഓഫ് ഓപ്ഷൻ, അതായത് ആൽഫബറ്റിൽ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കളർ വൈസിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ സ്പെസിഫിക് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്പെസിഫിക് വേർഡ് കണ്ടെയ്ൻ ചെയ്യുന്നതും ഏത് രീതിയിൽ നമുക്ക് അതിനനുസരിച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ മാത്രം എങ്ങനെ ഫിൽട്ടർ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. സോ നമുക്ക് മൾട്ടിപ്പിൾ രീതിയിൽ ചെയ്യാൻ പറ്റും. സോ വളരെ എളുപ്പത്തിൽ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. സോ ഇവിടെ കാണാം ചില നെയിംസ് ഒക്കെ ക്യാപിറ്റൽ, അതായത് അപ്പർ കേസിൽ റൈറ്റ്. ജയറാം കേസ്, ഹർദേവ് സിംഗ്, അതുപോലെ തന്നെ ജസ്പ്രീത് സിംഗ്. സോ ഇവിടെ കാണാൻ പറ്റും ദിവാകരൻ റൈറ്റ്. സോ ആ നെയിംസ് മാത്രം, അതായത് അപ്പർ കേസിൽ നെയിംസ് മാത്രം ഫിൽട്ടർ ചെയ്യണം. നമുക്ക് അതെങ്ങനെയാണുള്ളത് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ എക്സാക്ട് എന്നുള്ളൊരു ഫംഗ്ഷൻസ് ഉണ്ട് എക്സൽ. ഫോർ എക്സാമ്പിൾ ഈസ് ഈക്വൽ ടു എക്സാക്ട്. ഓക്കെ, സോ ഇവിടെ ടെക്സ്റ്റ് 1 ടെക്സ്റ്റ് 2 ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് 1ൽ കൊടുത്ത വാല്യൂ ഈക്വൽ ആണ് ടെക്സ്റ്റ് 2 എങ്കിൽ അത് ട്രൂ കാണിക്കും, അല്ലെങ്കിൽ ഫോൾസും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാംഗ്ലൂരിന് സെലക്ട് ചെയ്തു. ഓക്കെ, കോമ 2 ടെക്സ്റ്റ് 2 ബാംഗ്ലൂർ തന്നെയാണോ? ഞാൻ ടെക്സ്റ്റ് 2 കൊടുത്തു, ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ. സി ട്രൂ ആയി. ഇൻ കേസ് ഞാനിത് C2 എന്നുള്ളത്, അതായത് ടെക്സ്റ്റ് 2 ഞാൻ എഡിറ്റ് ചെയ്യുന്നു. അതിന് പകരം ഞാൻ ബാംഗ്ലൂരിൻ്റെ ലേറ്റസ്റ്റ് പേരെ ബംഗളൂരു എന്ന് ഇടുന്നു. സോ ചില വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു ടെക്സ്റ്റും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡബിൾ കോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം, ശേഷം ബംഗളൂരു. ഓക്കെ, ഡബിൾ കോട്ട് എൻഡ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. സി ഫോൾസ് റൈറ്റ്. സോ എക്സാക്ട് ഫംഗ്ഷൻസ് ലോജിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എങ്ങനെ ഫിൽട്ടർ ചെയ്യാം, അല്ലെങ്കിൽ അപ്പർ കേസ് എങ്ങനെ ഫിൽട്ടർ ചെയ്യാമെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഈസ് ഈക്വൽ ടു എക്സാക്ട് അഗെയിൻ ടെക്സ്റ്റ് 1, അതായത് ഈ കോളത്തിലെ ഫസ്റ്റ് നെയിം ഞാൻ സെലക്ട് ചെയ്തു A2ലുള്ള, അതായത് ബാനു കെ ദാർ, അതായത് ഇത് സ്മോൾ ലെറ്ററാണ്. കോമ അപ്പർ, അതായത് ക്യാപിറ്റൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പർ. നെക്സ്റ്റ് ചോദിക്കുകയാണ് അപ്പർ ഏത് ടെക്സ്റ്റാണെന്നുള്ളത്. വീണ്ടും ഇത് സെലക്ട് ചെയ്യുന്നു ആൻഡ് ക്ലോസ് ദി ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് ദി ബ്രാക്കറ്റ്. രണ്ട് ബ്രാക്കറ്റ് ഇടാൻ കാരണം നമ്മൾ ഏതൊരു ഫോമിൽ എത്ര ബ്രാക്കറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയും ബ്രാക്കറ്റ് ക്ലോസിംഗ് വിടണം. ഇവിടെ രണ്ടെണ്ണം ഓൾറെഡി ഉണ്ടായതുകൊണ്ട് രണ്ടെണ്ണം ക്ലോസിംഗിൽ ഇട്ടു. ഓക്കെ, അതായത് ഞാൻ സെലക്ട് ചെയ്ത A2 എന്നുള്ളത് അപ്പർ കേസ് ആണെന്നത്, നമുക്കത് ലോവർ കേസ് ആണെന്നുള്ളത് റൈറ്റ്. ജസ്റ്റ് എൻഡ് ചെയ്യുന്നു, റിസൾട്ട് നോക്കാം, ഫോൾസ് ആവുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. സി അതിനുശേഷം കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുക, ജസ്റ്റ് അൺഫിൽട്ടർ ചെയ്യുന്നു, വീണ്ടും ഫിൽട്ടർ ചെയ്യുന്നു. കാരണം ഈ ഒരു ഹെഡിങ്ങിന് വേണ്ടിയാണ് ഫിൽട്ടർ ചെയ്തത്. ഇവിടെ ഒരു ഫിൽട്ടറിൻ്റെ ഐക്കൺ കാണാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ട്രൂ മാത്രം സെലക്ട് ചെയ്താൽ മതി. സി ഇത് കംപ്ലീറ്റ് വന്നു റൈറ്റ്. നമുക്ക് വേറൊരു മെത്തേഡിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് Ctrl+C പ്രസ് ചെയ്യുന്നു. ഓക്കെ, അൺഫിൽട്ടർ ചെയ്യുന്നു. സോ സെയിം ഫംഗ്ഷൻസ് ഇവിടെ കൊടുക്കുന്നു. എക്സാക്ട് ഫസ്റ്റ് നെയിം സെൽ സെലക്ട് ചെയ്തു, കോമ അപ്പർ എഗെയിൻ അത് സെലക്ട് ചെയ്തു, ക്ലോസ് ദി ബ്രാക്കറ്റ് എൻ്റർ ചെയ്തു. ഓക്കെ, സോ ഇനി ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊരു ക്രൈറ്റീരിയ ആണ്. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന കാറ്റഗറി ഉണ്ടല്ലോ, അഡ്വാൻസ്ഡ് ഫിൽട്ടർ എന്ന ഓപ്ഷൻ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഡാറ്റാബേസ് കംപ്ലീറ്റ് സെലക്ഷൻ ഏരിയ ഇവിടെ സെലക്ട് ചെയ്ത് വന്നു. സി അത് കാണാൻ പറ്റും, ലിസ്റ്റ് റേഞ്ച് എന്നുള്ളത്. ആ റേഞ്ച്, അതായത് സെലക്ഷൻ ഏരിയ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, A1 to C26 വരെ റൈറ്റ്. നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനും പറ്റും. സോ ഫോർ ടൈം ബീങ് കംപ്ലീറ്റ് ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ മുകളിൽ കാണാം ആക്ഷൻ എന്നുള്ളത്. ആക്ഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എവിടെയാണോ റിസൾട്ട് വേണ്ടത്, അതായത് ഇവിടെ നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിൽ ഫിൽട്ടർ ചെയ്തിട്ട് റിസൾട്ട് അപ്പിയർ ചെയ്യുന്നു. എക്സിസ്റ്റിംഗ് ഷീറ്റിൽ തന്നെ വേണോ, അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ വേണോ? നമുക്ക് ഈ കേസിൽ എക്സിസ്റ്റിംഗ് ഷീറ്റിൽ തന്നെ വേണം. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ഫിൽട്ടർ ദ ലിസ്റ്റ് ഇൻ ദ പ്ലേസ്. ഇൻ കേസ് നമുക്ക് വേറെ ഏതെങ്കിലും പ്ലേസിലേക്ക്, വേറെ ഏതെങ്കിലും ഷീറ്റിലേക്കാണ് റിസൾട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ കോപ്പി ടു അനദർ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ കോപ്പി ടു എന്നുള്ള സെക്ഷൻ വിസിബിൾ ആയി കാണാം റൈറ്റ്. ജസ്റ്റ് അപ്പാരോ ക്ലിക്ക് ചെയ്താൽ ആ ലൊക്കേഷൻ ഇവിടെ സ്പെസിഫൈ ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് എക്സിസ്റ്റിംഗ് ലൊക്കേഷൻ തന്നെ മതി. സോ അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സോ ലിസ്റ്റ് റേഞ്ച് ഓൾറെഡി സെലക്ട് ചെയ്ത് വന്നു. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് ഏത് ക്രൈറ്റീരിയയിലാണ് വേണ്ടത്? ക്രൈറ്റീരിയ ഉദ്ദേശം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു ഫോമുലയാണ്. സോ നമ്മൾ ആ ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുന്ന മുന്നേ ജസ്റ്റ് അപ്പാരോ ക്ലിക്ക് ചെയ്യുക. ശേഷം ക്രൈറ്റീരിയൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആ ഹെഡിങ് കൂടി കവർ ചെയ്യുക. കാരണം നേരത്തെ ആ റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്തതും ഹെഡിങ് എടുക്കുക. അതുകൊണ്ട് ഹെഡിങ്ങും ക്രൈറ്റീരിയ എടുക്കും സെലക്ട് ചെയ്തു. ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഓക്കെ പ്രസ് ചെയ്യുന്നു. സി ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ മാത്രം ഇവിടെ പോപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഇൻ കേസ് എനിക്കിത് നോർമൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റണം, അതായത് അൺഫിൽട്ടർ ചെയ്യണം. പക്ഷേ ഈ കേസിൽ നമ്മൾ നോർമൽ ഫിൽട്ടർ ഇല്ല, അതുകൊണ്ട് തന്നെ അൺഫിൽട്ടർ ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണില്ല. അതുകൊണ്ട് നമ്മൾ ഡാറ്റ എന്നുള്ള ടാബിലേക്ക് പോകുന്നു. ഇവിടെ സോർട്ട് ആൻഡ് ഫിൽട്ടറിൻ്റെ കാറ്റഗറി തന്നെ ഇവിടെ കാണാൻ ക്ലിയർ എന്നുള്ള ഓപ്ഷൻ. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, കംപ്ലീറ്റ് നോർമൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നു. സി ഓക്കെ, അതുമല്ലെങ്കിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ. ഞാൻ റാൻഡംലി വീഡിയോയിലൊക്കെ പറയുന്ന പോലെ മാക്സിമം മൗസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയ സ്പെസിഫിക് ഷോർട്ട് കട്ട് കീ ഞാൻ കൂടെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ ഈ കാണിച്ച ട്രിക്സ് നിങ്ങൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ. അതുമല്ല ഒരു ഇന്റർവ്യൂ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പർട്ടിക്കുലർ ഡാറ്റാ ബേസിൽ പർട്ടിക്കുലർ കോളത്തിലെ ഡാറ്റ എങ്ങനെ അപ്പർ കേസിലും ലോവർ കേസിലും എങ്ങനെ ഫിൽട്ടർ ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് അപ്ഡേറ്റ് ആൻഡ് റീ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഈ ഡാറ്റ സെലക്ട് ചെയ്ത ശേഷം ഫിൽട്ടർ ചെയ്യുന്നു. അതിനുശേഷം ഈ ലൊക്കേഷൻ അണ്ടറിലുള്ള ബാംഗ്ലൂർ മാത്രം ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, പിന്നെ ഞാൻ ഐഡന്റിഫൈ ചെയ്തു ചില സ്റ്റാഫുകളൊക്കെ ചെന്നൈയിലേക്ക് മൂവ് ചെയ്തു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഈ 2 സ്റ്റാഫ് ചെന്നൈയിലേക്ക് മൂവ് ചെയ്തു. സോ ഞാൻ ചെന്നൈ ടൈപ്പ് ചെയ്തു, വീണ്ടും ചെന്നൈ ടൈപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഈ ശേഖർ എന്ന ആളും ചെന്നൈയിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ചേഞ്ചസാണ് വന്നത്, റൈറ്റ്? സോ അതിന് ശേഷം ഞാൻ സേവ് കൊടുത്താലും സോ ഇത് ഡാറ്റ ഇങ്ങനെ സ്റ്റാറ്റിക്കായി നിൽക്കുന്നുണ്ട്, എനിക്ക് മാറുന്നില്ല. ഇതൊന്ന് റീഫ്രഷ് ബട്ടൺ ഇവിടുത്തെ ക്ലിക്ക് ചെയ്താലും അതും മാറില്ല, നമ്മുടെ പിവോ ടേബിളിലെ പോലെ. അതിന് വേണ്ടി ചെയ്യേണ്ടത് ഈ സോർട്ട് ആൻഡ് ഫിൽറ്ററിൻ്റെ കാറ്റഗറി തന്നെ റീ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തു, സി ഇൻസ്റ്റൻ്റ് ആയിട്ട് അത് റീഫ്രഷ് ചെയ്തു, അത് അവിടെ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഈ ചെന്നൈ എടുത്ത് നോക്കൂ, സി കംപ്ലീറ്റ് മതി. സി ശേഖർ എടുക്കും, ബാക്കിയുള്ള സ്റ്റാഫുകൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്തു തന്നു, റൈറ്റ്? സോ ഇതും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ തേർഡ് വൺ, ഇൻസേർട്ട് കമൻറ്റ്സ്. ഇനി ഇൻ കേസ് നമുക്കൊരു സ്പെസിഫിക് കോളത്തിലോ അല്ലെങ്കിൽ സെല്ലിലോ ഒരു കമൻറ്റ്സ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ഫിൽട്ടർ ചെയ്തു, ശേഷം നെയിമിൻ്റെ അണ്ടറിൽ ഞാൻ ഫിൽട്ടർ ചെയ്യുന്നു, അൺസെലക്ട് ഓൾ, റാൻഡംലി കുറച്ച് നെയിം ഞാൻ പിക്ക് ചെയ്യുന്നു, 1 2 3 4. ഓക്കെ, ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. സി സെലക്ട് ചെയ്ത 4 ആൾക്കാരോട് അപ്പിയർ ചെയ്തു. സോ ഇവർക്ക് മാത്രം സ്പെസിഫിക് കമൻറ്റ്സ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഈ ബാനു കെ ദാഗർ ഈ സെല്ല് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന മൗസിൻ്റെ ഇൻസേർട്ട് കമൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, പ്രൊമോട്ടഡ്. സോ ഈ സെയിം കമൻറ്റ്സ് തന്നെ എനിക്ക് ഇവർക്കും കൊടുക്കണം. സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, കോപ്പി ചെയ്യുന്നു, ശേഷം ബാക്കിയുള്ളത് 3 ആൾക്കാരും സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന മൗസിൻ്റെ പേസ്റ്റ് സ്പെഷ്യൽ, ഇവിടെ കാണാൻ പറ്റും കമൻറ്റ്സ് എന്ന സെക്ഷൻ, സെലക്ട് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും കമൻറ്റ്സ് ഇവിടെ അപ്പിയർ ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് അൺഫിൽട്ടർ ചെയ്ത് നോക്കാം. സി അൺഫിൽട്ടർ ചെയ്താൽ ഇൻകറക്റ്റ് ആയിട്ട് വന്നത്, നമ്മൾ സെലക്ട് ചെയ്യാത്ത ആൾക്കാർക്ക് ആ സെയിം കമൻറ്റ്സ് ഇവിടെ അപ്പിയർ ചെയ്തു. സി റൈറ്റ്, നമുക്കതങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇറ്റ്സ് വെരി ഈസി. ഞാൻ Ctrl+C പ്രസ് ചെയ്യുന്നു, Ctrl+C. സോ നമ്മൾ ഓൾറെഡി ഇവിടെ ബാനു കെ ദാഗർ അഗേൻസ്റ്റ് ആയിട്ട് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഈ 3 എംപ്ലോയീസിന് അഗേൻസ്റ്റ് ആണ്, റൈറ്റ്? സോ ബാനു കെ ദാഗർ വീണ്ടും സെലക്ട് ചെയ്യുന്നു, ശേഷം ബാക്കിയുള്ള 3 എംപ്ലോയീസിൻ്റെ ഡാറ്റ സെലക്ട് ചെയ്തു. അതിനുശേഷം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീബോർഡിലെ ഷോർട്ട് കട്ട് ചെയ്യുക, ALT+സെമിക്കോളം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തു, ALT+സെമിക്കോളം എന്തിനാണ് പ്രസ് ചെയ്യുന്ന അറിയോ? നമ്മൾ ആ സ്പെസിഫിക് സെല്ല് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ബിറ്റ്വീനുള്ള സെല്ലിന് ഇമ്പാക്റ്റ് ആവില്ല, നേരത്തെ അതാണ് സംഭവിച്ചത്. ഓക്കെ, അതുകൊണ്ട് A12 A23 A24 മാത്രം സെലക്ട് ചെയ്ത് വന്നിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ മൗസിൻ്റെ പേസ്റ്റ് സ്പെഷ്യൽ ആസ് യൂഷ്വൽ കമൻറ്റ്സ്, ഓക്കെ പ്രസ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് അൺഫിൽട്ടർ ചെയ്യുന്നു. സി ആ സ്പെസിഫിക് സ്റ്റാഫിൻ്റെ അഗേൻസ്റ്റ് മാത്രം ഇവിടെ കമൻറ്റ്സ് ഇവിടെ അപ്പിയർ ചെയ്തു, റൈറ്റ്? സോ എല്ലാവർക്കും ഈ 3 ട്രിക്സ് ആൻഡ് ടിക്സ് മനസ്സിലായി വിചാരിക്കുന്നു. എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.